ഹലോ എക്സാമിനർ ഫാമിലി, നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്ന കഹാനി അല്ലെ, ഗാന്ധിജിയുടെ ഉപ്പിന്റെ കഥ എന്നൊരു കഹാനി ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിലെന്താ പറഞ്ഞേ? ആദ്യം രാജാവിൻ്റെ കുറച്ച് പെൺകുട്ടികളുടെയും കഥയൊക്കെ പറഞ്ഞു, പിന്നെ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞു, ദണ്ഡിയാത്രയെ കുറിച്ച് പറഞ്ഞു. എന്തായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കുക? അങ്ങനെയുള്ള ചെറിയ കൺഫ്യൂഷൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അപ്പൊ ചാപ്റ്ററിൽ എന്താണ് നമുക്ക് പഠിക്കേണ്ടത് ഉള്ളതെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ സെറ്റാക്കാം. എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അങ്ങ് സെറ്റാക്കിയാലോ. അപ്പൊ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എന്നിട്ട് മറക്കാതെ ഇന്ന് 7 മണിക്ക് എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ ചാനലിൽ വരണം. നമുക്ക് ഹിന്ദി എല്ലാ ചാപ്റ്റേഴ്സും, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക, നിങ്ങൾക്ക് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സാറ് വരുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ ചാനലിൽ വരിക. ഓക്കെ, ഉദയൻ വാജ്പേയി എഴുതിയിട്ടുള്ള ഒരു കഹാനിയാണ് ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്ന കഥ അല്ലെ. ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് സമരം ചെയ്തതാണ് അല്ലെ. ദണ്ഡി യാത്ര അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത്, എന്താണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റാ. അംഗ്രേസോനെ നമുക്ക് പർ ടാക്സ് ലഗായ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അംഗ്രേസോനെ, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, നമുക്ക് പർ ഉപ്പിന് ടാക്സ് ലഗായ, ടാക്സ് ഏർപ്പെടുത്തി. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഉപ്പിന് ടാക്സ് ഏർപ്പെടുത്തി. സ്വയം ഉപ്പ് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഉപ്പ് വാങ്ങാനോ വിൽക്കാനോ ഒന്നിനും ആർക്ക് സ്വാതന്ത്ര്യം നൽകിയില്ല, ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം നൽകിയില്ല. ബ്രിട്ടീഷുകാർ അതൊക്കെ വിലക്കി. ഞങ്ങൾ തരുന്ന ഉപ്പ് നിങ്ങൾ കഴിച്ചോണം, ഞങ്ങൾ ടാക്സ് ഏർപ്പെടുത്തും, അത് നിങ്ങൾ അടച്ചോണം അല്ലെ. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഉപ്പിനുമേൽ എന്ത് ചെയ്തു, ടാക്സ് ലഗായ, ടാക്സ് ഏർപ്പെടുത്തി. ഓക്കെ, ഗാന്ധിജി വെറുതെ ഇരിക്കോ? ഇല്ല. ഗാന്ധിജി എന്ത് ചെയ്തു, അഹമ്മദാബാദിൽ നിന്നും, എവിടെ നിന്നാണ്? അഹമ്മദാബാദിൽ നിന്നും പൈതൽ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട്, പൈതൽ എന്ന് പറഞ്ഞാൽ എന്താ, നടന്നുകൊണ്ട്. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്നും നടന്നുകൊണ്ട് ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽപ്പടെ, ദണ്ഡി സമുദ്ര തീരത്തേക്ക് നടക്കാൻ തുടങ്ങി അല്ലെ. ദണ്ഡി തീരത്തേക്ക്, ദാണ്ഡി എന്നാണ് ഹിന്ദിയിൽ കേട്ടോ, നമ്മൾ പറയുമ്പോൾ ദണ്ഡി എന്നാ പറയാ അല്ലെ, ദണ്ഡി യാത്ര എന്ന്, ദാണ്ഡി എന്നാണ് ഹിന്ദിയിൽ പറയാ. അപ്പൊ അഹമ്മദാബാദിൽ നിന്നും ദണ്ഡി വരെ അദ്ദേഹം എന്ത് ചെയ്തു, നടന്ന് യാത്ര ചെയ്തു. എന്താ, സമരമാണ് അല്ലെ, ഉപ്പ് സത്യാഗ്രഹം. യാത്രാക്കെ ദൗറാൻ ഹസാരോ ലോഗ് ജുഡ്തേ ഗയേ. യാത്രാവേളയിൽ, അതായത് യാത്രാക്കെ ദൗറാൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം പുറപ്പെട്ടപ്പോ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഗാന്ധിജി ഇതാ ദണ്ഡിയിലേക്ക് യാത്ര നടത്തുകയാണെന്ന് അറിഞ്ഞ ഒരുപാട് ആളുകൾ, ഹസാരോം ലോഗ്, ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു, ജുഡ്തേ ഗയേ, ആ യാത്രയോട് ചേർന്നു, ആ യാത്രയിൽ ചേർന്നു, പങ്കാളികളായി. എന്തിനു വേണ്ടിയിട്ടാണ് യാത്ര നടത്തുന്നത്? ബ്രിട്ടീഷുകാരുടെ ആ നിയമം പൊട്ടിക്കാൻ, ലംഘിക്കാൻ അല്ലെ. ആരാ പറഞ്ഞേ? ഇന്ത്യയിൽ ജനിച്ചവരാണ് ഞങ്ങൾ, ഇന്ത്യയിലെ കടൽ തീരത്ത് ഉപ്പ് നിർമ്മിക്കാനും അത് വിൽക്കാനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തുന്നത്, ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഹമ്മദാബാദിൽ നിന്നും ദണ്ഡിയിലേക്ക് അദ്ദേഹം നടന്നു. അദ്ദേഹത്തിനോടൊപ്പം ഹസാരോം ലോഗ്, ആയിരക്കണക്കിന് ആളുകളും പങ്കെടുത്തു. രാസ്തേമേം, വഴിയിൽ കൈഗാവ് പടെ, ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. വഴിയിൽ ഒരുപാട് ഗ്രാമത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. യെസ്, എന്നിട്ടോ വേ സഭീ ലോഗ്, അവരെല്ലാവരും രാത്രിയിൽ കിസി ഗാവുമേം കാട്ടുത്തേ, ഏതെങ്കിലും ഗ്രാമത്തിൽ എന്ത് ചെയ്യും, കിടന്നുറങ്ങും, കാട്ടുത്തേറെ സമയം ചെലവഴിക്കുന്നതാണ്. അപ്പൊ രാത്രി ആകുമ്പോൾ അവരെന്ത് ചെയ്യും, യാത്ര നിർത്തും. അവർ നടന്നല്ലേ പോകുന്നത്. അപ്പൊ രാത്രി ആകുമ്പോൾ അവരെന്ത് ചെയ്യും, ഏതെങ്കിലും ഗ്രാമത്തിലൊക്കെ സമയം ചിലവഴിക്കും. സുബ, എന്നിട്ട് നേരം വെളുക്കുമ്പോഴോ ഫിർ ചൽപ്പെടുത്തേ, എന്നിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ സമുദ്രക്കെ പാനീസേ, അങ്ങനെ നടന്ന് 21 ദിവസങ്ങളൊക്കെ പിന്നിട്ടു അല്ലെ. 21 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം സമുദ്രക്കെ പാനീസേ, അവർ ദണ്ഡി തീരത്തെത്തി. അവിടത്തെ സമുദ്ര തീരത്തിൽ നിന്ന്, ആ വെള്ളത്തിൽ നിന്നും നമുക്ക് ബനാക്കർ, ഉപ്പ് നിർമ്മിച്ചു അല്ലെ. ഗാന്ധിജി എന്ത് ചെയ്തു, ഉപ്പ് നിർമ്മിച്ചിട്ട് അംഗ്രേസോ കാ കാനൂൻ തോടാ, ബ്രിട്ടീഷുകാരുടെ ആ നിയമം അവർ ലംഘിച്ചു. തോട എന്ന് പറഞ്ഞാൽ എന്താ, തകർത്തു, പൊട്ടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. കാനൂൻ എന്ന് പറഞ്ഞാലോ നിയമം എന്നാണ് അർത്ഥം. ഈ വാക്കുകളൊക്കെ ഓർത്തു വെക്കുക. അപ്പൊ കാനൂൻ എന്ന് പറഞ്ഞാൽ നിയമം, തോട ലംഘിച്ചു. ഓക്കെ, ഇപ്രകാരം ഗാന്ധിജീനെ പൂരേ ദേശക്കോ, ഗാന്ധിജി ഇന്ത്യ മുഴുവൻ അല്ലെ, രാജ്യം മുഴുവനും, പൂരേ ദേശ് എന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവനും,
അംഗ്രേസോ സെ മുക്ത് ഹോനെ കാ, ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിതരാകുവാനുള്ള ഒരു രാസ്ത ദിഖാ ദിയ, വഴിയാണെന്ന് കാണിച്ചു തന്നത്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് വിജയം നേടാൻ കഴിയും, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്ന് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചു. 1930 അല്ലെ, 1930 അദ്ദേഹം ദണ്ഡി യാത്ര നടത്തുന്നത്. അതിനുശേഷം നമ്മൾ എല്ലാവരും ഐക്യത്തോടെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടുകൂടി ഏകദേശം തീരുമാനമായി. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പിൻവാങ്ങാൻ തുടങ്ങി. അങ്ങനെ 1947 അർദ്ധരാത്രി, ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ആരാണ് എഴുതിയത്? ഗാന്ധിജിക്ക് നമുക്കതാ ഇന്ന് ഈ കഹാനി ആരാണ് എഴുതിയത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. മറക്കാതെ മാരത്തോണിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള മാരത്തോണിലും അതുപോലെ നാളെ രാവിലെയുള്ള മോർണിംഗ് ബൂസ്റ്ററിലും പങ്കെടുക്കുക. നാളത്തെ എക്സാം ഫുൾ മാർക്ക് സെറ്റ് ആക്കി തരുന്ന കാര്യം ഷമീം സാർ ഏറ്റു. അപ്പോൾ ഞാൻ 2 ലൈവിലും നിങ്ങളെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ വരില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവിൽ വെച്ച് കാണാം. ടാറ്റ, ബൈ ബൈ.